ഹലോ ഗൈസ്, ധ്രുവറാട്ടിയുടെ വീഡിയോ ഇന്ത്യയിൽ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അത് യൂട്യൂബിന് നിർദ്ദേശം നൽകുകയും യൂട്യൂബ് ആ വീഡിയോ പൂർണ്ണമായും നീക്കം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ധ്രുവറാട്ടിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്ന കേസും അതുമായി അനുബന്ധ വിഷയങ്ങളും? ശരിക്കും ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഹിന്ദുത്വവാദികൾ എന്ന് വെച്ചാൽ സവർണ മനോഭാവ ചിന്ത കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യർ, ഇവർ ഇവിടുത്തെ എല്ലാത്തിനെയും ഭയപ്പെടുന്ന ഒന്നാണ്. അവർ ശരിക്കും ഭയന്നാണ് ജീവിക്കുന്നതെന്ന് വേണം പറയാൻ. അവരുടെ ആശയങ്ങളും അവരുടെ അന്തർധാരകളും ഒക്കെ നിലനിർത്താൻ ഇവർ ബാക്കിയുള്ള മനുഷ്യരെ പേടിപ്പിച്ച് നിർത്തിയാണ് ഇവർ നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എന്താണ് ധ്രുവറാട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്? ഇദ്ദേഹം പറയുന്നു, രാമായണത്തിലെ ശ്രീരാമനും സീതയും എന്ന് വേണ്ട ഒട്ടുമിക്ക കഥാപാത്രങ്ങളും മത്സ്യവും മാംസവും കഴിക്കുന്നവരായിരുന്നു. ഇതായിരുന്നു വിഷയം. ഇപ്പോൾ ഇവർ പുതുക്കി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ചിന്താധാര എന്ന് പറയുന്നത് അത് ബ്രാഹ്മണ്യത്തിന്റെ ചിന്താധാരയാണ്. ഇവിടുത്തെ മനുഷ്യരെല്ലാം മത്സ്യവും മാംസവും ഒക്കെ കഴിക്കുന്നവർ വളരെ താഴ്ന്നവരും വെജിറ്റേറിയൻ ഫുഡ് പിന്തുടരുന്നവർ ഏതോ ഉന്നത കുലരുമാണെന്നുള്ള ഒരു ചിന്ത, പൊതുബോധ്യം ഇവിടെ സമൂഹത്തിൽ ഇവർ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെയാണ് ഈ കേന്ദ്ര സർക്കാർ ഈ കാണിക്കുന്ന നാടകങ്ങളെല്ലാം തന്നെ. എന്നാൽ യാഥാർത്ഥ്യമായി വാത്മീകി രാമായണം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൃത്യമായി പലയിടങ്ങളിലും നമുക്ക് രാമനും സീതയും ഭരതനും അതിലുള്ള മുനിമാരും ഒക്കെ തന്നെ ഈ മത്സ്യവും മാംസവും ഒക്കെ കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കതിൽ നിന്നും കിട്ടുന്നതാണ്. പക്ഷെ ഇവരെല്ലാം തന്നെ ഈ നെറേറ്റീവിനെ മൊത്തവും കെട്ടിമറച്ച് ഇവരെത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? പുതിയ സൃഷ്ടിച്ച് പുതിയ ആളുകളെ മുഴുവൻ, കുറെ വിദ്യാഭ്യാസമില്ലാത്ത ജനതയെ, ഈ സംഘ അന്ധഭക്തരെ ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരുന്നാൽ ഈ യാഥാർത്ഥ്യമല്ലാതാകുമോ? ഇപ്പോഴിവർ ഏത് മൂഢസ്വർഗത്തിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഭയാനകമായ ഒരു വേർഷനാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ വീഡിയോ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ്. സുപ്രീം കോടതി വിധി വരും മുമ്പേ ഇവിടുത്തെ സവർണ മനോഭാവ ചിന്തയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റ് അവർ അതിനെ നിരോധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് പിന്തുടർന്നു പോയാൽ ജനത ചിലപ്പം ശ്രീരാമനെയൊക്കെ ഒഴിവാക്കിയേക്കുമെന്നുള്ള ഒരു പേടി ഈ മനുഷ്യരിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം.